ആകെ 19 മക്കൾ. അതിൽ പകുതിയിലേറെയും സ്വാശ്രയശീലം കൈവരിച്ചിട്ടില്ലാത്ത പ്രായക്കാർ. ഇവരുടെ പരിചരണത്തിനൊപ്പം കുടുംബഭരണവും വൈകുന്നേര സമയങ്ങളിൽ ഇ-കൊമേഴ്സ് ബിസിനസ്സും. ഇതിനെല്ലാം ഇടയിൽ പഠിക്കാൻ സമയം കണ്ടെത്തി ഡോക്ടറേറ്റ് നേടിയിരിക്കുകയാണ് സൗദിയിലെ സൂപ്പർ ഉമ്മ എന്നറിയപ്പെടുന്ന ഹംദ അൽ റുവൈലി. തന്റെ വലിയ കുടുംബത്തെ വളർത്തുന്നതിനിടയിൽ അക്കാദമിക് സ്വപ്നം സാക്ഷാത്കരിക്കുകയും ഡോക്ടറൽ ബിരുദം നേടുകയും ചെയ്ത് അസാധാരണമായ ബഹുമതി കൈവരിച്ച ഹംദ അൽ റുവൈലി ഇപ്പോൾ സൗദിയിലെ സമൂഹ മാധ്യമങ്ങളിലെ താരമാവുകയാണ്. മാതൃത്വം, പ്രൊഫഷണൽ കരിയർ, അക്കാദമിക് പ്രവർത്തനങ്ങൾ എന്നിവ സന്തുലിതമാക്കാനുള്ള തന്റെ കഴിവിന് പിന്നിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൗദി ചാനലായ അൽ ഇഖ്ബാരിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ 43 വയസ്സുള്ള ഹംദ. 10 ആൺകുട്ടികളുടെയും 9 പെൺകുട്ടികളുടെയും മാതാവെന്ന നിലയിൽ തന്റെ വിജയത്തിന് കൃത്യമായ ആസൂത്രണവും അചഞ്ചലമായ സമർപ്പണവുമാണ് വിജയിക്കാൻ കാരണമായതെന്നും അവർ പറയുന്നു. എനിക്ക് അടുക്കും ചിട്ടയുമില്ലായ്മ ഇഷ്ടമല്ല. അതിനാൽ ഞാൻ എപ്പോഴും എൻ്റെ ദിവസം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകും, ഹംദ പറഞ്ഞു. ഓരോ ദിവസത്തെയും ജോലിയും കുട്ടികളുടെ പരിചരണവും അതിനിടയിലെ പഠനവും തമ്മിൽ കരുതലോടെ വിഭജിക്കും. എന്നാൽ ഇതിനിടയിൽ വൈകുന്നേര സമയങ്ങൾ ഇ-കൊമേഴ്സ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും സമയം കണ്ടെത്തും. മാനസികാരോഗ്യ രംഗത്തെ ഭരണപരമായ സ്ഥാനം എന്നതാണ് ഗവേഷണ വിഷയം. ഒരു ഓൺലൈൻ ബിസിനസ് വിജയകരമായി നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ഡോക്ടറൽ ബിരുദങ്ങൾ പൂർത്തിയാക്കിയത്. വലിയ കുടുംബത്തെ വളർത്തുന്നതിലെ വെല്ലുവിളികൾക്കിടയിലും തിരക്കേറിയ ക്ലാസ് മുറികൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ നിന്നും സൈനികരെ നയിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ് താൻ പ്രചോദനം ഉൾക്കൊണ്ടതെന്ന് ഹംദ പറയുന്നു. എനിക്കൊരു കുട്ടിയെ വളർത്തുന്നത് 10 കുട്ടികളെ വളർത്തുന്നത് പോലെയാണ്. ഞാൻ അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുകയും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും സ്വന്തം ഹോബികൾ പിന്തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ സ്വയം സമർപ്പണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക് കൂടി വ്യാപിക്കുന്നു. 94% മുതൽ 100% വരെ ഗ്രേഡുകൾ നേടി തൻ്റെ കുട്ടികൾ അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നുവെന്ന് ഹംദ അഭിമാനത്തോടെ അറിയിച്ചു. 19 കുട്ടികളുടെ മാതാവെന്ന നിലയിൽ എനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും എൻ്റെ അക്കാദമിക് സ്വപ്നം ഞാൻ ഉപേക്ഷിച്ചില്ല, ഹംദ പറഞ്ഞു. സർവേശ്വരന് നന്ദി. ഈ വിജയം എളുപ്പമായിരുന്നില്ല. പക്ഷേ അത് ശ്രദ്ധാപൂർവമായ ആസൂത്രണത്തിൻ്റെയും തുടർച്ചയായ കുടുംബ പിന്തുണയുടെയും ഫലമാണ്, അവർ കൂട്ടിച്ചേർത്തു.